إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികൾ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനോടും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, ചരിത്രത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഒരുപാട് ഗുണപാഠങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ച് തന്നതുമാണ്. മഹാനായ ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ബനൂ ഇസ്രായീൽ പെട്ട 3 ആളുകളുടെ ഒരു ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന സലാസതൻ ഫീ ബനി ഇസ്രായീൽ, ബനൂ ഇസ്രായേലിലുള്ള 3 ആളുകൾ. അബ്റസ, ഒരാള് വെള്ളപ്പാണ്ട് പിടിച്ച ഒരു മനുഷ്യനാണ്. ഒരാൾ തലയിലെ മുടി കൊഴിഞ്ഞ് കഷണ്ടിയായ ഒരു മനുഷ്യനാണ്. മൂന്നാമത്തെ മനുഷ്യൻ അദ്ദേഹം കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട് അന്ധനായ ഒരു മനുഷ്യനാണ്. ഇങ്ങനെ 3 ആളുകൾ. ഈ 3 ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുവാൻ തീരുമാനിക്കുകയാണ്. ഒരാൾക്ക് വെള്ളപ്പാണ്ടാണ്,
മറ്റൊരാൾക്ക് തലയിലെ മുടിയൊക്കെ പോയി കഷണ്ടിയാണ്. മൂന്നാമത്തെ മനുഷ്യൻ വാഹമ, അവന്റെ കണ്ണിനുള്ള കാഴ്ച നഷ്ടപ്പെട്ട മനുഷ്യൻ. അങ്ങനെ ഈ മൂന്ന് ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്, ഫബഅസ ഇലൈഹിം മലകൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് ആളുകളിലേക്കും മലക്കിനെ അയക്കുകയാണ്. എങ്ങനെ? ഒരു മനുഷ്യ രൂപത്തിൽ. എന്നിട്ടോ അങ്ങോട്ട് അയച്ചുകൊണ്ട് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കിനെ അയക്കുന്നത് അത് വെള്ളപ്പാണ്ടുള്ള മനുഷ്യന്റെ അടുക്കലേക്കാണ്. ഫഖാല, എന്നിട്ട് മലക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, അയ്യു ശൈഇൻ അഹബ്ബു ഇലൈക. അല്ല മനുഷ്യ, ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള മലക്ക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതെന്താ? നീ ആഗ്രഹിക്കുന്നത് എന്താ? അപ്പോ ആ വെള്ളപ്പാണ്ട് ബാധിച്ച ആ മനുഷ്യൻ പറഞ്ഞു, ഖാല ലൗനുൻ ഹസൻ. ഏറ്റവും നല്ല ഹസനായ ഒരു നിറം എനിക്ക് വേണം. അതുപോലെ തന്നെ വജിൽദുൻ ഹസൻ. ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു തൊലി, അല്ലെ? ഒരു വെള്ളപ്പാണ്ട് ബാധിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു തൊലി അതെനിക്ക് വേണം. അത് ഖദറനി അന്നാസ്. ജനങ്ങളൊക്കെ ഒരു മോശമായിട്ടാണ് എന്നെ കണക്കാക്കുന്നത്. കാരണം എന്റെ ശരീരത്തിലൊക്കെ ഇത്തരത്തിൽ വെള്ളപ്പാണ്ടുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ആ മലക്ക് ആ മനുഷ്യനെ തടവി, അവനിൽ നിന്ന് ആ വെള്ളപ്പാണ്ട് അതെടുത്തു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്ന് ആ വെള്ളപ്പാണ്ട് എടുത്തു കളഞ്ഞു. എന്നിട്ടോ ഏറ്റവും ഹസനായ നിറവും ഏറ്റവും ഹസനായ ഒരു തൊലിയും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. വീണ്ടും മലക്ക മനുഷ്യനോട് ചോദിക്കുകയാണ്, അയ്യുൽ മാലു അഹബ്ബു ഇലൈക. എല്ലാ മനുഷ്യ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ധനം അതെന്താണ്? എന്താണ് നിനക്ക് ആവശ്യം? അദ്ദേഹം പറഞ്ഞു, ഖാല അൽ ഇബൽ. ഒട്ടകമാണ്. മറ്റു റിവായത്തിൽ കാണാം ഔ ഖാല അൽ ബഖർ. പശു എന്നും നമുക്ക് കാണാം. ഏതിരുന്നാലും അങ്ങനെ ഫഉഅതിയ നാഖതൻ ഉശറ. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ഗർഭിണികളായ 10 ഒട്ടകങ്ങളെ കൊടുത്തു. എന്നിട്ട് അവിടെ വെച്ച് മലക്ക് പ്രാർത്ഥിച്ചു, നിനക്ക് ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ആ മലക്ക് പോകുന്നു. എന്നിട്ടോ രണ്ടാമത്തെ ആളുടെ അടുക്കലേക്ക് ആ മലക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ആ മലക്ക് അതുപോലെ തന്നെ രണ്ടാമത്തെ മനുഷ്യന്റെ അടുക്കലേക്ക് സമീപിച്ചുകൊണ്ട് ചോദിച്ചു, അയ്യ ശൈഇൻ അഹബ്ബു ഇലൈക. എല്ലാ മനുഷ്യ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം അതെന്താണ്? എന്താണ് നിനക്ക് ആവശ്യം? ഖാല ശഅറുൻ ഹസൻ. എനിക്ക് ആവശ്യം ഏറ്റവും നല്ല ഒരു മുടിയാണ്. ആ കഷണ്ടിയായ മനുഷ്യൻ പറഞ്ഞു, ഏറ്റവും നല്ല രൂപത്തിലുള്ള മുടി എനിക്ക് ആവശ്യമാണ്. വയദ്ഹബു അന്നി ഹാദാ ഖദറനി അന്നാസ്. ജനങ്ങളൊക്കെ ഒരു മോശമായിട്ടാണ് എന്നെ കാണുന്നത്. ഖാല ഫമസഹു ഫദഹബ വഉഅതിയ ശഅറൻ ഹസനൻ. അങ്ങനെ ആ മലക്ക് അദ്ദേഹത്തിന്റെ തലയിൽ തടവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് നല്ല ഹസനായിട്ടുള്ള ഏറ്റവും നല്ല മുടി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. വീണ്ടും മലക്ക് ചോദിക്കുന്നു, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാല്, ധനം അതെന്താണ്? സമ്പത്ത് അതെന്താണ് വേണ്ടത്? ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, അൽ ബഖർ. കന്നുകാലികളായ പശുവിനെയാണ് എനിക്ക് ആവശ്യം. ഫഅഅതാഹു ബഖറതൻ ഹാമിലതൻ. അങ്ങനെ ഗർഭിണിയായ പശുവിനെ ആ മനുഷ്യന് നൽകി. എന്നിട്ട് മലക്ക് പ്രാർത്ഥിച്ചു, അല്ലാഹു നിനക്കിതിൽ ബർക്കത്ത് നൽകട്ടെ, ഒരുപാട് അല്ലാഹു ഇതിൽ നിനക്ക് അധികരിപ്പിച്ച് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മലക്ക് അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ആ മലക്ക് വീണ്ടും മൂന്നാമത്തെ മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അയ്യു ശൈഇൻ അഹബ്ബു ഇലൈക. എല്ലാ, നിനക്ക് എന്താണ് വേണ്ടത്? നിനക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഖാല യറുദ്ദുല്ലാഹു ഇലയ്യ ബസരി. അല്ലാഹു എന്റെ കാഴ്ച തിരിച്ചു നൽകുന്നതാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഫഉബ്സിറു ബിന്നാസ്. ഖാല ഫമസഹു ഫറദ്ദല്ലാഹു ഇലൈഹിൽ ബസർ. അങ്ങനെ മൂന്നാമത്തെ മനുഷ്യനെയും ആ മലക്ക് തടവി. എന്നിട്ടോ ഫറദ്ദല്ലാഹു, അല്ലാഹു അവന് തിരിച്ചു നൽകി, ഇലൈഹി ബസർ, അവന്റെ കാഴ്ച അല്ലാഹു തിരിച്ചു കൊടുത്തു. വീണ്ടും മലക്ക് ചോദിക്കാണ്, ഫഅയ്യുൽ മാലി അഹബ്ബു ഇലൈക. നിനക്ക് ഇഷ്ടമുള്ള ധനം ഏതാണ്? സമ്പത്ത് ഏതാണ്? ആ മനുഷ്യൻ പറഞ്ഞു, കണ്ണിന് കാഴ്ച കിട്ടിയ മനുഷ്യൻ പറഞ്ഞു, ഖാല അൽ ഗനം. ഒട്ടകമാണ്. അങ്ങനെ അതിലും അദ്ദേഹത്തിന് അവിടെയുള്ള ആ
സമ്പത്ത് അവിടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഇതൊരു ചരിത്രമാണ്. 3 ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുവാൻ തീരുമാനിക്കുകയും അങ്ങനെ അവർക്ക് അവരുടെ ജീവിതത്തിൽ സൗഖ്യം നൽകിക്കൊണ്ടാണ്. പരീക്ഷണങ്ങൾ പല വിധത്തിലാണ് അല്ലെ, പ്രയാസങ്ങളിലൂടെ ഒരു പരീക്ഷണമുണ്ട്. എന്നാൽ ഇത് ഒരു മനുഷ്യന് സൗഖ്യങ്ങൾ നൽകിക്കൊണ്ട്, സമ്പത്ത് നൽകിക്കൊണ്ട്, ആ മനുഷ്യൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം അവന് നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ആളുകളെ, ബനൂ ഇസ്രായേലിൽപ്പെട്ട 3 ആളുകളെ പരീക്ഷിക്കുകയാണ്. പിന്നീട് നമുക്ക് കാണാം, ചില ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആ ആളുകളുടെ അടുക്കലേക്ക് അല്ലാഹു തിരിച്ച് മലക്കുകളെ വീണ്ടും അയക്കുകയാണ്. അങ്ങനെ വീണ്ടും മലക്ക് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ആദ്യം പോയ ആ വെള്ളപ്പാണ്ട് ബാധിച്ച മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നു. എങ്ങനെ? ഒരു മനുഷ്യ രൂപത്തിലാണ് ചെല്ലുന്നത്. ഫഖാല, എന്നിട്ട് പറഞ്ഞു, റജുലുൻ മിസ്കീൻ, ഞാനൊരു മിസ്കീനായ ഒരു മനുഷ്യനാണ്. എന്റെ എല്ലാ കാര്യങ്ങളും മുറിഞ്ഞുപോയി. ഫീ സഫരി, ഞാനൊരു ദരിദ്രനായ ഒരു വഴിയാത്രക്കാരനാണ്. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇന്നേ ദിവസം താങ്കളും അല്ലാഹു അല്ലാതെ എനിക്ക് മറ്റാരുമില്ല. അതുകൊണ്ട് അതുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ വെള്ളപ്പാണ്ട് മാറ്റി തന്ന ആ റബ്ബ്, അവന്റെ പേരിൽ ഞാനിതാ താങ്കളോട് ചോദിക്കുകയാണ്. താങ്കൾക്ക് ധനം തന്ന ആ റബ്ബിന്റെ പേരിൽ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ്. എന്തിനെയാണ് ചോദിക്കുന്നത്? താങ്കളുടെ ധനത്തിൽ നിന്ന് ഒരൊട്ടകത്തെ എനിക്ക് നൽകുമോ? ആ വെള്ളപ്പാണ്ട് ബാധിച്ച മനുഷ്യൻ ഇത് കേട്ടുകൊണ്ട് തിരിച്ചു പറഞ്ഞു, ഫഖാല ലഹു ഇന്നൽ ഹുഖൂഖ കസീറത്തുൻ, എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വെള്ളപ്പാണ്ട് മാറ്റിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്തു. രണ്ടാമത് വീണ്ടും പരീക്ഷിക്കുവാൻ വേണ്ടി മലക്കിനെ അയക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഇന്നൽ ഹുഖൂഖ കസീറ, എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നിറവേറ്റാനുണ്ട്. അങ്ങനെ മടി കാണിക്കാണ്. തന്റെ അല്ലാഹു തനിക്ക് നൽകിയതിൽ നിന്ന് മറ്റുള്ള അവർക്ക് കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം മടി കാണിക്കാണ്. ഫഖാല ലഹു, അപ്പോ ആ മലക്ക് ചോദിച്ചു, കഅന്നി അഅരിഫുക. ആ മലക്ക് പറയാണ്, ആ മലക്ക് മനുഷ്യരൂപത്തിലാണ്. അദ്ദേഹം ആ വെള്ളപ്പാണ്ട് ബാധിച്ച മനുഷ്യനോട് പറഞ്ഞാണ്, കഅന്നി അഅരിഫുക, അല്ല നിന്നെ എനിക്ക് നിന്നെ അറിയാലോ, എവിടെയോ നിന്നെ കണ്ടിട്ടുണ്ടല്ലോ, എന്തോ ഒരു പരിചയമുണ്ടല്ലോ. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ആ മലക്ക് പറഞ്ഞു, അലം തകു അബ്റസ, അല്ല നീ ആ വെള്ളപ്പാണ്ട് ബാധിച്ച മനുഷ്യനായിരുന്നില്ലേ? യഖ്ദറുക അന്നാസ്, ജനങ്ങളൊക്കെ നിന്നെ മോശമായി കണ്ടിരുന്നില്ലേ? ഫഖീറൻ, ദരിദ്രനായ ഒരു മനുഷ്യനായിരുന്നില്ലേ? ഇതൊക്കെ നിനക്ക് അല്ലാഹു നൽകിയതല്ല മനുഷ്യ, അതുകൊണ്ട് നിന്നെ എനിക്ക് പരിചയമുണ്ടല്ലോ എന്ന് ആ മലക്ക് പറഞ്ഞു. മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു എന്നാണ്, ഇതങ്ങനെയൊന്നും എനിക്ക് കിട്ടിയതല്ല, മറിച്ച് ഞാൻ എന്റെ പാരമ്പര്യം ഇങ്ങനെ കടന്നു വന്ന് എനിക്ക് കിട്ടിപ്പോയ സമ്പത്താണത്, അല്ലാതെ എനിക്ക് റബ്ബ് നൽകിയതല്ല എന്നുള്ള രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. ആ സമയത്ത് മലക്ക് അവിടെ വെച്ച് പറയാണ്, ഫഖാല ഇൻ കുൻത കാദിബൻ, നീ പറഞ്ഞത് കളവാണെങ്കിൽ ഫസയ്യറക അല്ലാഹു ഇലാ മാ കുൻത, നീ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതുപോലെ അല്ലാഹു നിന്നെ ആക്കട്ടെ, തിരിച്ച് അതുപോലെ തന്നെ നിന്നെ ആക്കട്ടെ എന്ന് മലക്ക് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആ മനുഷ്യൻ ആയി പോകുകയാണ്. വീണ്ടും അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് തിരിച്ചു വരുന്നു, സമ്പത്ത് നഷ്ടമാകുന്നു. വീണ്ടും മലക്ക് അടുത്ത അടുക്കലേക്ക് പോകുകയാണ്. കഷണ്ടി ഉണ്ടായിരുന്ന, എന്നാൽ ഇപ്പോ മുടി അല്ലാഹു കൊടുത്ത ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അതുപോലെ തന്നെ മലക്ക് ചോദിച്ചു, ഫഖാല ലഹു മിസ്ല മാ ഖാല ലി ഹാദാ, നേരത്തെ മനുഷ്യനോട് ചോദിച്ചതുപോലെ തന്നെ ചോദിച്ചു. ഞാനൊരു വഴിയാത്രക്കാരനാണ്, മിസ്കീനാണ്, സമ്പത്തില്ല. ഇന്ന് അല്ലാഹു നീ മാത്രമാണ് എന്നെ സഹായിക്കുവാനുള്ളൂ, അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം. നിനക്ക് റബ്ബ് നൽകിയതിൽ നിന്ന് നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യനും തിരിച്ച് പറഞ്ഞത്, എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, എനിക്ക് ഒരുപാട് നിറവേറ്റാനുണ്ട്, ഇതൊക്കെ എന്റെ പാരമ്പര്യം മൂലം എനിക്ക് കിട്ടിപ്പോയതാണ്, റബ്ബ് നൽകിയതല്ല എന്ന രൂപത്തിൽ അദ്ദേഹവും സംസാരിച്ചു. ഇത് ഞാൻ ഉണ്ടാക്കിയതാ. വീണ്ടും മലക്ക് അവിടെ വെച്ച് പറയുന്നുണ്ട്, ഫഖാല ഇൻ കുൻത കാദിബൻ, നീ പറഞ്ഞത് കളവാണെങ്കിൽ ഫസയ്യറക അല്ലാഹു ഇലാ മാ കുൻത, അല്ലാഹു നിന്നെ നേരത്തെ എങ്ങനെയാണോ നീ ഉണ്ടായത് അതുപോലെ അല്ലാഹു നിന്നെ ആക്കട്ടെ.
അവിടെയും അദ്ദേഹം പരാജയപ്പെടുകയാണ്. മൂന്നാമത്തെ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്ക് ചെല്ലുകയാണ്. ആ അന്ധനായ മനുഷ്യന്റെ അടുക്കലേക്ക് മലക്ക് ചെന്നു മനുഷ്യരൂപത്തിൽ. ഞാനൊരു മിസ്കീനാണ്, വഴിയാത്രക്കാരനാണ്, എന്റെ എല്ലാ കാര്യങ്ങളും മുറിഞ്ഞുപോയി, എനിക്കൊന്നുമില്ല. അതുകൊണ്ട് താങ്കളും റബ്ബുമല്ലാതെ ഈ ഒരു യാത്രയിൽ ഇന്നേ ദിവസം അല്ലാഹുവും നീയുമല്ലാതെ എന്നെ സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് നിനക്ക് കാഴ്ച നൽകിയ റബ്ബിന്റെ പേരിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. നിനക്ക് കാഴ്ച നൽകിയ, അതുപോലെ തന്നെ നിനക്ക് സമ്പത്ത് നൽകിയ ആ റബ്ബിന്റെ പേരിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഒരാടിനെ അല്ലെങ്കിൽ നിന്റെ കയ്യിലുള്ള ഒരു കന്നുകാലിയെ എനിക്ക് നീ നൽകുമോ? അപ്പൊ മനുഷ്യൻ, അന്ധനായ മനുഷ്യൻ, അദ്ദേഹത്തിന് ഇപ്പൊ കാഴ്ച തിരിച്ചു കിട്ടി. ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അന്ധനായിരുന്നു, എന്റെ കാഴ്ച എനിക്ക് അല്ലാഹു തിരിച്ചു നൽകിയതാണ്. ഞാൻ ദരിദ്രനായിരുന്നു, എനിക്ക് അല്ലാഹു സമ്പത്ത് നൽകി എന്നെ ധനാഢ്യനാക്കി. നിനക്ക് വേണ്ടതെന്തും നീ എടുത്തോ ഇതിൽ നിന്ന്. അല്ലാഹുവാണ് സത്യം. ലാ അജ്ഹദുക അൽയൗമ ബിശൈഇൻ അഖദ്തുഹു ലില്ലാഹ്. നീ അല്ലാഹുവിന്റെ പേരിൽ എന്റെ അടുക്കൽ നിന്ന് നീ എന്ത് വേണമെങ്കിലും നീ എടുത്തോ, അതിൽ നിന്ന് ഞാൻ നിന്നെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന് ആ മൂന്നാമത്തെ മനുഷ്യൻ പറഞ്ഞു. മലക്ക് അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, പറയുകയാണ്, നിന്റെ ധനം നീ നിന്റെ കൈവശം തന്നെ വെച്ചോളൂ, അതെനിക്ക് ആവശ്യമില്ല. കാരണം തീർച്ചയായും നീ പരീക്ഷിക്കപ്പെടുകയായിരുന്നു, എന്നാൽ ആ പരീക്ഷണത്തിൽ നീ വിജയിച്ചു. നിന്റെ വിഷയത്തിൽ അല്ലാഹു തൃപ്തനാണ്. എന്നാൽ നിന്റെ കൂട്ടുകാരുടെ വിഷയത്തിൽ, നേരത്തെ പറഞ്ഞ രണ്ടാളുകളുടെ വിഷയത്തിൽ അല്ലാഹു കോപത്തിലാണ് എന്ന് മലക്ക് അവിടെ വെച്ച് പറയുന്നത് നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, ഈ ചരിത്രത്തിൽ നിന്ന്, ഈ കഥയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന ഈ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. ഒന്നാമത്തേത്, ഈ ലോകമെന്നുള്ളത് പരീക്ഷണത്തിന്റെ ഭവനമാണ് എന്ന ഒരു തിരിച്ചറിവാണ്. അത് പല രൂപത്തിൽ, ദാരിദ്ര്യം കൊണ്ടും രോഗം കൊണ്ടും അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ടും സൗഖ്യം കൊണ്ടുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പരീക്ഷിച്ചേക്കാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വനബ്ലുവകും ബിശ്ശരി വൽ ഖൈർ. നന്മ കൊണ്ടും അതുപോലെ തന്നെ ഷർറ് കൊണ്ടും, സൗഖ്യം കൊണ്ടും ഷർറ് കൊണ്ടും ഒക്കെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നമ്മളുടെ സ്വയം ജീവിതത്തിലേക്ക് നാം ഒന്ന് ചിന്തിക്കുക. നാം അറിയാതെ പല സാഹചര്യങ്ങളിലും നാം പരീക്ഷിക്കപ്പെടുന്നുണ്ടാകാം. അവിടെയൊക്കെ ആ പരീക്ഷണത്തിൽ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആ പടച്ച റബ്ബ് നൽകിയതാണ് ഇതെല്ലാം. അത് സമ്പത്താണെങ്കിൽ അതിൽ ശുക്ർ ചെയ്തുകൊണ്ട്, അത് ഒരു പ്രയാസമാണെങ്കിൽ അതിൽ ക്ഷമിച്ചുകൊണ്ട്, ബുദ്ധി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം, അല്ലാഹു ഞങ്ങളെ പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു, അതിൽ ഞങ്ങൾ ക്ഷമിച്ചു, അതിൽ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചു. എന്നാൽ അതുപോലെ അല്ലാഹു ഞങ്ങളെ സൗഖ്യം കൊണ്ട് പരീക്ഷിച്ചു, സമ്പത്ത് കൊണ്ട് പരീക്ഷിച്ചു. എന്നാൽ ഫലം അതിൽ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രയാസങ്ങളിൽ ക്ഷമിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഒരു മനുഷ്യന് സൗഖ്യം ലഭിക്കുമ്പോൾ അവിടെ ശുക്ർ ചെയ്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എന്ന് ചരിത്രത്തിലൂടെയൊക്കെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ആ അന്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തിന് കൃത്യമായി അദ്ദേഹം നന്ദി കാണിച്ചു. അതുകൊണ്ട് മലക്കുകൾ പറഞ്ഞു, റളിയല്ലാഹു അൻഹു, നിന്റെ വിഷയത്തിൽ അല്ലാഹു തൃപ്തനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ
അങ്ങനെയുള്ള ആളുകളുടെ വിഷയത്തിൽ അല്ലാഹു തൃപ്തനാണ് എന്നതാണ്. അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് വേണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹു നൽകിയതിൽ നമ്മൾ തൃപ്തിപ്പെട്ടുകൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എന്നാൽ മലക്ക് പറഞ്ഞു വസഖിത അലാ സാഹിബൈക, നിന്റെ കൂട്ടുകാരുടെ വിഷയത്തിൽ അല്ലാഹു കോപിതനാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അവർക്ക് നൽകി, പക്ഷേ അതെല്ലാം എന്റേതാണ് എന്ന ചിന്തയിലേക്ക് അവർ മാറി. അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ നിഷേധിച്ചു കളഞ്ഞു. അതോടുകൂടി അല്ലാഹുവിന്റെ കോപം അവരിൽ വീഴുകയാണ്. അതുകൊണ്ട് ഈ ഒരു ഗുണപാഠം നമ്മളിൽ ഉണ്ടാകണം. ചരിത്രത്തിൽ മറ്റൊരു ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സബഅ ഗോത്രക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം. അവർക്ക് അവരുടെ വാസസ്ഥലം, ആ വാസസ്ഥലം ഏറ്റവും നല്ലതാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. ജന്നതൈൻ, രണ്ട് തോട്ടങ്ങൾ, അവരുടെ വലതിലും ഇടതുമായി കൊണ്ട് രണ്ട് തോട്ടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി. ആ രണ്ട് തോട്ടങ്ങളിലും ഒരുപാട് ഫലങ്ങൾ, ഒരുപാട് പഴങ്ങൾ, അവർക്ക് റിസ്ക് നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നാൽ ഫഅറദൂ ഫഅർസൽനാ അലൈഹിം, അതിൽ നിന്നെല്ലാം അവർ തിരിഞ്ഞു കളഞ്ഞു. ഇതെന്റെ റബ്ബ് നൽകിയ അനുഗ്രഹമാണ് എന്ന ചിന്തയിൽ നിന്നെല്ലാം അവർ തിരിഞ്ഞു കളഞ്ഞു. എന്താണ്ടായത്? ശിക്ഷയുണ്ടായി. പിന്നീട് അതെല്ലാം പുളിച്ചതായി മാറി, എല്ലാം നശിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അത് മാറി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നമ്മൾ ശുക്ർ ചെയ്തുകൊണ്ട്, ആ അനുഗ്രഹങ്ങൾ കിട്ടാത്ത ആളുകൾക്ക് അത് നൽകിക്കൊണ്ട്, വിനയം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, ആ അനുഗ്രഹം ആരാണോ നൽകിയത് ആ റബ്ബിലേക്ക് അത് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചു അൽഹംദുലില്ലാഹ്, അല്ലെ, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നാം പറയുമ്പോ സ്വന്തമായി ഒരു ശരീരം പോലും നമുക്കില്ല. ഈ ശരീരത്തിന്റെ ഉള്ളിലുള്ള ഘടനകൾ, അല്ലെ, ഇതെല്ലാം റബ്ബ് നമുക്ക് നൽകിയതാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് സ്വന്തമെന്ന് പറയുവാൻ ഈ ലോകത്തൊന്നുമില്ല, മറിച്ച് എല്ലാം റബ്ബ് നൽകിയതാണ് എന്ന തിരിച്ചറിവാണ്. അപ്പോഴാണൊന്ന് മാറിയിരുന്ന് നമ്മൾ ചിന്തിക്കുമ്പോ എന്റെ ശരീരം പോലും എന്റേതല്ല, അത് റബ്ബ് നൽകിയതാണ്. അപ്പോ ഏതനുഗ്രഹവും അത് നൽകിയ റബ്ബിലേക്ക് അതിനെ നമ്മൾ എന്താക്കണം? അങ്ങോട്ട് ചേർക്കണം എന്ന് ഇതിലൂടെ, ഈ ചരിത്രത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൻദുറു ഇലാ മൻ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കുക. വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാതിരിക്കുക. കാരണം എന്താണ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും. അപ്പോ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാം. വഹുവ സുബ്ഹാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. ഖാലിഖുൽ ഖൈരി വശർ, അവനാണ് എല്ലാ ശർറിനെയും നന്മകളെയും ഒക്കെ അതിന്റെ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പരീക്ഷണങ്ങൾ അല്ലാഹു നമ്മളുടെ ജീവിതത്തിൽ നൽകുമ്പോൾ അത് സൗഖ്യത്തിലൂടെയും പരീക്ഷിക്കാം, അതുപോലെ തന്നെ പ്രയാസങ്ങളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കാം. അതുകൊണ്ട് നമുക്ക് ഉപജീവനം നൽകുന്നത് അത് റബ്ബാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ശമിപ്പിക്കുന്നത് അത് അല്ലാഹുവാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ബിസിനസ്സിൽ, നമ്മളുടെ റിസ്കിൽ അതിൽ ബർക്കത്ത് നൽകുന്നത് അല്ലാഹുവാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മളുടെ മക്കൾ, നമ്മളുടെ ഭാര്യ, അവർക്കെല്ലാം ഹിദായത്ത് നൽകിയത് അത് റബ്ബാണ് എന്ന തിരിച്ചറിവ്. എത്രയോ പ്രവാചകന്മാർ, എത്രയോ മുൻഗാമികൾ, അവരുടെ ഭാര്യമാർ ഹിദായത്തിലായിരുന്നില്ല. എത്രയോ പ്രവാചകന്മാർ, അവരുടെ മക്കൾ ഹിദായത്തിലായിരുന്നില്ല. എന്നിട്ട് പോലും ആ വലിയ തൗഫീഖ് നമ്മളുടെ മക്കൾക്കും ഭാര്യക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എങ്കിൽ ആ അനുഗ്രഹം തിരിച്ചറിഞ്ഞുകൊണ്ട് ശുക്ർ ചെയ്യുവാൻ, പ്രിയമുള്ളവരെ,
നമ്മൾ തയ്യാറാവണം. കാരണം ഒരു നിമിഷം മതി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തും മാറ്റിമറിക്കാൻ. അല്ല ഖുർആനിൽ നമുക്ക് കാണാം, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യം റബ്ബ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അയ്യഖൂല ലഹു കുൻ, കുന്നെന്ന് പറഞ്ഞാൽ മതി, ഫയകുൻ, അതുണ്ടാകും എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വെള്ളപ്പാണ്ട് ബാധിച്ച മനുഷ്യൻ അവന്റെ ആ ശരീരത്തിലൂടെ ഒന്ന് തലയോടിയപ്പോഴേക്കും ഒഴിഞ്ഞപ്പോഴേക്കും അത് അവനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞു. ആ കഷണ്ടിയായ മനുഷ്യന് അവന് മുടി നൽകി. അതുപോലെ തന്നെ മൂന്നാമത്തെ അന്ധനായ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച ശക്തി നൽകി. അതുകൊണ്ട് ആ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏതേത് ഘട്ടങ്ങളിലും തവക്കുൽ ചെയ്യാൻ നമുക്കുള്ളത് ആ റബ്ബാണ്. അല്ലെ, ഖുർആനിൽ എത്രയോ ആയത്തുകൾ നമുക്ക് കാണാം. അല്ലാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ലാ തഹ്സൻ, അവർക്ക് ഭയമില്ല, പേടിക്കേണ്ടതില്ല, അവർ പ്രയാസപ്പെടേണ്ടതില്ല, അവർ വിജയികളാണ്. എത്രയോ ഇടങ്ങളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ആ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, എങ്ങനെയാണ് തവക്കുൽ ചെയ്യേണ്ടത്? നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കണം നാം തവക്കുൽ ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഅഖിലുഹാ വഅതവക്കൽ ഔ ഉത്ലിഖുഹാ വഅതവക്കൽ, ഞാൻ എന്റെ ഒട്ടകത്തെ കെട്ടിയിട്ടിട്ടാണോ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടത്, അതല്ല എന്റെ ഒട്ടകത്തെ ഞാൻ അഴിച്ചു വിട്ടിട്ടാണോ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടത്? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഅഖിൽഹാ വതവക്കൽ, നീ നിന്റെ ഒട്ടകത്തെ ആദ്യം കെട്ടിയിടുക, ചെയ്യേണ്ടത് നീ ചെയ്യുക, എന്നിട്ട് നീ അല്ലാഹുവിൽ തവക്കുൽ അർപ്പിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ യഥാവിധത്തിലുള്ള ഹഖ് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ അതിൽ സ്തുതിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാം പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്ന ആ ചരിത്രം ഇന്നും ഒരു ഗുണപാഠമായി കൊണ്ട് നമ്മളുടെ ജീവിതത്തിലൊക്കെ അതുണ്ടാകണം. നന്ദികെട്ട ആളുകളായി ഒരിക്കലും നമ്മൾ മാറിപ്പോകാൻ പാടുള്ളതല്ല. ഏതേത് നിമിഷങ്ങളിലും എനിക്ക് എന്റെ കയ്യിലുള്ളതും എല്ലാം അതിന്റെ റബ്ബ് നൽകിയതാണ് എന്ന ഒരു തിരിച്ചറിവ് എപ്പോഴും പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മളിപ്പോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ വളരെയേറെ പ്രധാനപ്പെട്ട, വളരെയേറെ ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെ, മുഹറം മാസത്തിന്റെ 10ാം ദിനം ചരിത്രത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ ചരിത്രങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്നപ്പോ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ജൂതന്മാർ അവർ നോമ്പ് നോൽക്കുകയുണ്ടായി. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു, ഇന്നേ ദിവസം റബ്ബ് മൂസാ നബിയെയും മൂസാ നബിയുടെ കൂടെയുണ്ടായിരുന്ന ആളുകളെയും രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ദിവസത്തിൽ നോമ്പ് നോൽക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅന അഹഖു ബിമൂസ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് അടുത്തത് ഞാനാണ് എന്ന് പറയുകയും പിന്നീട് മുഹറം മാസത്തിലെ 9, 10 നോമ്പുകൾ അതെടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതിന്റെ ശ്രേഷ്ഠതകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. എന്നിരുന്നാലും യഥാർത്ഥ ഹഖ് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ സൽസ്വഭാവികളായി
ജീവിച്ചു മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ അവരുടെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മൾ ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ ആരോരുമില്ലാതെ കിടക്കേണ്ടവരാണ്. നമ്മളുടെയും ബർസഖി ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. നമുക്കിടയിൽ തന്നെ കടബാധ്യതകളാൽ, രോഗങ്ങളാൽ, ദാമ്പത്തിക ജീവിതത്തിലൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് കൊടുക്കുമാറാകട്ടെ. പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉമ്മമാർ അവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഏറ്റവും ഹൈറായത് എന്താണോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനന്നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജ്അൽനാ ലിൽമുത്തഖീൻ